തൃശ്ശൂർ 2, പാലക്കാട് 3, കോഴിക്കോട് 38, മലപ്പുറം 19, വയനാട് 4, കണ്ണൂർ 10, കാസർഗോഡ് 1, അങ്ങനെ 222. എല്ലാം A+ കിട്ടിയ 222 പേരാണ് ഇന്നിപ്പോൾ സംസ്ഥാനത്താകെ അവശേഷിക്കുന്ന ആൾക്കാർ. സർ, ബി SSLC പരീക്ഷാഫലം പ്രഖ്യാപിച്ചതിന് ശേഷം എല്ലാ ജില്ലകളിലും 1ാം വർഷ ഹയർ സെക്കൻഡറി പ്രവേശനത്തിന് സ്വീകരിച്ച നടപടികൾ നിരവധി പ്രാവശ്യം ഈ സഭയിൽ വ്യക്തമാക്കിയിട്ടുള്ള അതാണ്. ഹയർ സെക്കൻഡറി പ്രവേശനം സംബന്ധിച്ച് ബാച്ചുകൾ വേണ്ടിയുള്ള ആവശ്യം ഉയർന്നത് മലപ്പുറം ജില്ലയിൽ നിന്നുമാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ വിദ്യാർത്ഥി സംഘടനാ പ്രതിനിധികളും വിദ്യാഭ്യാസ മന്ത്രിയുമായി ഇത് സംബന്ധിച്ച് ചർച്ച നടത്തിയിട്ടുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇക്കാര്യം പരിശോധിക്കാൻ വേണ്ടി അക്കാദമിക് ജോയിൻറ്റ് ഡയറക്ടർ, മലപ്പുറം റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടർ എന്നീ 2 ഉദ്യോഗസ്ഥരെ ജൂലൈ മാസം 5-നകം റിപ്പോർട്ട് സമർപ്പിക്കുവാൻ ചുമതലപ്പെടുത്തി. സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് അപേക്ഷ ജൂലൈ 2 മുതൽ 4 വരെ സ്വീകരിച്ചു തുടങ്ങി. സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് പൂർത്തിയാകുമ്പോൾ തന്നെ 1ാം വർഷ പ്രവേശനത്തിൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകും. 10ാം തരം പാസ്സായ വിദ്യാർത്ഥികളുടെ തുടർ പഠനം ഉറപ്പാക്കുന്നതിന് വേണ്ടി 2024 മെയ് മാസം 8 സർക്കാർ ഉത്തരവ് പ്രകാരം 2023-24 വർഷം താൽക്കാലികമായി അനുവദിച്ചതും നിലനിർത്തിയതും ഷിഫ്റ്റ് ചെയ്തതുമായ ബാച്ചുകൾ തുടരുന്നതിനും മലബാർ മേഖലയിൽ എല്ലാ സർക്കാർ സ്കൂളുകളിലും 30% മാർജിനൽ സീറ്റ് വർധനവും എല്ലാ എയ്ഡഡ് സ്കൂളുകളിലും 20% മാർജിനൽ സീറ്റ് വർധനവും ആവശ്യപ്പെടുന്ന എയ്ഡഡ് സ്കൂളുകൾക്ക് അധികമായി 10% മാർജിനൽ സീറ്റ് വർധനവും അനുവദിച്ച് ഉത്തരവായിട്ടുണ്ട്. സാർ, ഇപ്പോഴും നിരവധി കുട്ടികളാണ് ഇഷ്ടപ്പെട്ട വിഷയവും ഇഷ്ടപ്പെട്ട സ്കൂളും ബസ് സൗകര്യമുള്ള സ്കൂളും കിട്ടാതെ ബുദ്ധിമുട്ടി നമ്മുടെയൊക്കെ അടുത്ത് വരുന്ന സംഭവങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. സംസ്ഥാനത്ത് +1 സീറ്റ് സംബന്ധിച്ച പഠനം നടത്താൻ കാർത്തികേയൻ കമ്മിറ്റി അടക്കം നമ്മൾ നിയോഗിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ വീണ്ടും മറ്റൊരു കമ്മിറ്റിയെ നിയമിച്ചിരിക്കുന്നു. സർക്കാരിൻ്റെ കയ്യിൽ നിർദ്ദേശങ്ങൾ ഉണ്ടെന്നിരിക്കെ വീണ്ടും കമ്മിറ്റിയെ വെച്ചുകൊണ്ട് സമയം കളയുന്നതിൻ്റെ കാരണം ഒന്ന് വിശദീകരിക്കാമോ? സാർ, കഴിഞ്ഞ സഭയിൽ തന്നെ പറഞ്ഞതാണ് സാർ. ഇവിടെ ഈ 3ാം റൗണ്ട് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് കഴിയുന്നതോടുകൂടി അപേക്ഷ നൽകിയിട്ടുള്ള മുഴുവൻ ആൾക്കാർക്കും പ്രവേശനം ലഭിക്കും സാർ. ഇവിടെ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്താ സാർ? A+ കിട്ടിയവർക്ക് പ്രവേശനം ലഭിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായി നമ്മളെല്ലാവരും ചർച്ച ചെയ്യപ്പെട്ടത്. ഞാൻ പറഞ്ഞു സാർ, ഇനി കേരള സംസ്ഥാനത്ത് ആകെ മലപ്പുറം അടക്കം A+ കിട്ടിയ പ്രവേശനം ലഭിക്കേണ്ടത് 222 പേർക്ക് മാത്രമേ ഉള്ളൂ സാർ. അത് ഈ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് കഴിയുമ്പോൾ അതിൽ അവർക്ക് ലഭിക്കും. മറ്റൊരു കാര്യം സാർ, ഈ നമ്മൾ തന്നെ ഇവിടെ ചർച്ച ചെയ്ത് നമ്മളെല്ലാവരും കൂടെ തീരുമാനിച്ച ആണല്ലോ, മലപ്പുറം ജില്ലയിൽ നിന്നാണ് കുറച്ച് സീറ്റിൻ്റെ കുറവുണ്ടെന്ന് പറഞ്ഞ് 7500-ലധികം സീറ്റിൻ്റെ കുറവുണ്ടെന്ന് പറഞ്ഞ് അവർക്ക് സീറ്റ് വർധനവിനെ സംബന്ധിച്ചിടത്തോളം പ്രശ്നം വന്നത്. വിദ്യാർത്ഥി സംഘടന നേതാക്കന്മാരുടെ യോഗം വിളിച്ചു ചേർത്തപ്പോൾ അതിനെ സംബന്ധിച്ചിടത്തോളം ഒരു ധാരണയുണ്ടായി. അതനുസരിച്ച് കമ്മീഷനെയൊന്നുമല്ല സാർ, പരിശോധിക്കുന്നതിന് വേണ്ടി 2 ഉന്നത ഉദ്യോഗസ്ഥന്മാരെ മലപ്പുറം ജില്ലയിൽ അക്കാര്യം പരിശോധിക്കാൻ വേണ്ടി അയച്ചു. 2 ദിവസത്തിന് തന്നെ റിപ്പോർട്ട് കിട്ടും. കിട്ടിയ ഉടനെ തന്നെ അതിനാവശ്യമായ നടപടി സ്വീകരിക്കാം. സാർ, സംസ്ഥാനത്തെ സാംസ്കാരിക വകുപ്പ് മന്ത്രി സത്യസന്ധമായ കാര്യങ്ങൾ പറയുന്ന ചുരുക്കം ചില മന്ത്രിമാരിൽ ഒരാളാണ് സാർ. അദ്ദേഹം പറഞ്ഞത് SSLC പരീക്ഷയിൽ ജയിച്ചിട്ട് 10ാം തരം പാസ്സാകുന്ന കുട്ടികൾ എഴുതാനും വായിക്കാനും പോലും അറിയാത്തവരുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ളത് വിദ്യാഭ്യാസ വകുപ്പിൻ്റെ പഠനങ്ങൾക്കനുസൃതമായിട്ടാണ്. 10ാം ക്ലാസ് പാസ്സായ എല്ലാ കുട്ടികൾക്കും +1 സീറ്റ് നൽകേണ്ടതില്ല എന്ന സർക്കാരിൻ്റെ നയമാണ്. വിശദീകരിക്കാമോ? സാർ, അത് ആ ഒരു 10ാം ക്ലാസ് പാസ്സായ കുട്ടികൾക്ക് എഴുതാനും വായിക്കാനും അറിഞ്ഞുകൂടാ എന്നുള്ള ഒരു നയം ഗവൺമെൻറ്റിനില്ല. അവർക്ക് നന്നായി തന്നെ അവർ പഠിച്ച് ഒരുപാട് പ്രയാസപ്പെട്ടാണ് ആ കുട്ടികൾ പരീക്ഷ എഴുതി വിജയിച്ച് വരുന്നത്. അതുകൊണ്ടാണല്ലോ നമ്മുടെ ഗവൺമെൻറ്